ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ പ്രോഗ്രാം തൈരുമുളക് തൊണ്ടാട്ടം. എല്ലാവരും സുഖമായി സുരക്ഷിതരായിരിക്കുന്നോ? നമ്മളെല്ലാവരുടെ അമൽ ജ്യോതിയിലൊന്ന് കൂടിയിട്ട് ഒരുപാട് നാളായി അല്ലേ? എന്നാ ചെയ്യാനാ, ഈ പാൻഡമിക് സിറ്റുവേഷനെ നമ്മൾ ഒന്നിച്ചു തരണം ചെയ്തേ പറ്റൂ. അതുകൊണ്ട് കുറച്ച് നാളുകൂടി സേഫായി സെക്യൂറായി ഇരിക്കാൻ ശ്രദ്ധിക്കാം. ഞങ്ങൾ MCA റെഗുലർ MCA നിങ്ങൾക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. എല്ലാവരെയും ഒരിക്കൽ കൂടി അതിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ലെറ്റ് us start with a prayer. സത്യമായി ശുദ്ധ സ്നേഹമായി ദിവ്യജ്ഞാനമായി വാഴും ദൈവമേ, നിത്യവും നിൻ കൃപാകടാക്ഷങ്ങൾ ഏകണേ ഞങ്ങൾക്കെപ്പോഴും. പാരിലാലംബഹീനരായോരെ സേവിപ്പാൻ ശക്തി നൽകണം. സത്യധർമാദി സദ്ഗുണങ്ങള ജീവിതം ധന്യമാക്കണം. ബുദ്ധനും മഹാവിഷ്ണുവും യേശുക്രിസ്തുവും നബിയല്ലാവും എല്ലാം ഏകമാണെന്ന വേദാന്തം ഞങ്ങളിൽ ധീതമാക്കണം. ആദ്യം നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? ഞാൻ നമിത. ഞങ്ങൾ MCA റെഗുലർ MCA 16 പേരുണ്ട്. നമുക്ക് എല്ലാവരെയും ഒന്ന് പരിചയപ്പെടാം. സംഗീതം ഇഷ്ടമില്ലാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല. നമുക്ക് ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റിന്റെ സഹായത്തോടെ സംഗീതം കേട്ടാലോ? ലെറ്റ് us pay attention to and do listen.
നമ്മൾ ഇഷ്ടപ്പെടുന്ന സംഗീതം പിയാനോയുടെ സൗണ്ടിൽ കേൾക്കാൻ അതിൻ്റെ ഒരു ഫീല് വേറെ തന്നെയാണ്. ടു മൂവ് റിതമിക്കലി യൂഷ്വലി ടു മ്യൂസിക്. അതെ, നമുക്കിനി പാട്ടിനൊപ്പം കുറച്ച് ചൂടുകൾ കൂടി കാണാം. ഓവർ ടു ദിവ്യ. നല്ലൊരു എനർജറ്റിക് പെർഫോമൻസ് ആയിരുന്നു അല്ലേ? നമുക്കിനി ഒരു ഭാഷാ പരിചയമായാലോ? ദ മദർ ഓഫ് ഓൾ ലാംഗ്വേജസ്, അതെ, സംസ്കൃതം. സാൻസ്ക്രിറ്റ് ലാംഗ്വേജിനെ പരിചയപ്പെടുത്താനെത്തുന്നു അതുല്യ കൃഷ്ണ. सर्वेषां मम सादर नमस्कारः. मम नाम अतुल्य कृष्ण. मम प्रभाषणविषयः संस्कृतभाषायाः महत्त्वं. संस्कृतभाषायाः महत्त्वम् इति विषये अहं किञ्चित् वदामि. संस्कृतं नाम देवीवत् अन्यगता महिष्भिः इति कव्ये गण्डिनः बहु प्रसिद्धः उक्ति. कदाचित् संस्कृतस्य विकासाय प्रतिरोधः यदा भवत् तदा एतस्य व्याप्तः खलु मे संशयः. न केवलं देवीवाणी मनुष्याणि अपि वाणी येषाम् इति प्रत्याभिज्ञानम् आवश्यकम् अस्माकम्. अतः एव अस्य महत्त्वविषये विशेषचिन्तनाकार्या जाता. इयं सर्वश्रेष्ठा भाषा इति भाषाकोविदाः वदति. सर्वभाषा जननी अस्य अन्योद्धसंज्ञा. सर्वा अपि भाषा अस्य जाता अनाया एव पोषजस्य वर्तन्ते. आदिमकाले लोके सर्वत्र जनविभागे धर्मविषये सांस्कारिकविषये च एकत्वम् आसीत्. अतः एव प्रत्येकनामकरणेन विना सनातनधर्मः सनातनसंस्कृति इत्यादि सनातनशब्देन व्यवहृताश्च अभवत्. तस्मिन् काले भाषा अपि एका एव, स एव सनातनभाषानामकं संस्कृतं. सकलभाषागोत्राणामपि मातृरूपेण एका भाषा आसीत् इति पण्डितः अङ्गीकुर्वन्ति. सा सांस्कृतिकभिन्नाः इति तो वदन्ति च, किन्तु तेषां कृते तस्य भाषा एकामपि शब्दः एतावत् पर्यन्तं न प्राप्तः इति तु रसकराः विषयाः. विद्यमानेषु सर्वेषु प्राचीनभाषा संस्कृतम् एव इत्यादि अङ्गीकुर्वन्ति. अतिप्राचीनलिखितग्रन्थः संस्कृतमेव आसीत्. एकस्य चिरपुरातनसंस्कृते अविच्छिन्नप्रवाहे कारणीभूता एषा भाषा. संस्कृतं भारतस्य सांस्कारिकभाषामेव इत्यादीन् अपरस्मिन् प्रबन्धे प्रतिपादयिष्यामि. यस्य कार्यं न विघ्नन्ति शीतमुष्णं भयं जेति സമൃദ്ധിർ സ വൈ പണ്ഡിതേ ഉച്യതേ. ധന്യവാദः. മദർ ഓഫ് ഓൾ ലാംഗ്വേജസ് എന്ന് സംസ്കൃതത്തെ വിളിക്കുന്നത് ചുമ്മാതല്ലാന്ന് മനസ്സിലായി അല്ലേ? നമുക്കിനി ഒരു ചിത്രം വര കണ്ടാലോ? പടം വരയ്ക്കാനുള്ള കഴിവ് അങ്ങനെ എല്ലാവർക്കും ഒന്നും കിട്ടുന്നതല്ല. ജാസ്മിൻ ജോസഫിൻ്റെ ലോക്ക്ഡൗൺ ആക്ടിവിറ്റീസ് ഒന്ന് കണ്ടിട്ട് വരാം.
വിരിഞ്ഞ ആശയങ്ങൾ ക്യാൻവാസിലേക്കാക്കിയപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ? ഇനി നമുക്ക് ഒരു യാത്ര പോയാലോ? മലമുകളിലെ സുന്ദരിയെ കാണാൻ. അതെ, കുട്ടിക്കാനം. കിരണിന്റെ കൂടെ കുട്ടിക്കാനം വരെ ഒന്ന് പോയിട്ട് വരാം. ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് കിരൺ. ഞാൻ നിങ്ങളെ കുട്ടിക്കാനം പ്രദേശത്തെ 2 സ്ഥലങ്ങൾ പരിചയപ്പെടുത്താം. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 3000 അടിയോളം ഉയരത്തിൽ നിൽക്കുന്ന ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഹിൽ സ്റ്റേഷനാണ് കുട്ടിക്കാനം. ആദ്യമായി മലമുകൾ. മുട്ടക്കുന്നുകളും നോക്കി നിൽക്കുമ്പോൾ വന്നു മൂടുന്ന മഞ്ഞിൽ മേഘം പെയ്തിറങ്ങുന്നു സുന്ദരമായ സൂര്യാസ്തങ്ങളും ഈ മലനിരകളിൽ നിന്ന് നമുക്ക് കാണാനാകും. മലനിരകളിൽ നിന്നാണ് മണിമലയാർ ഉത്ഭവിക്കുന്നത്. അനേകം ചെറു തോടുകളും സുന്ദരമായ വെള്ളച്ചാട്ടങ്ങളും നമുക്ക് ഇവിടെ കാണാനാകുന്നതാണ്. അത്തരത്തിലൊരു പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടമാണ് ഏകയം വെള്ളച്ചാട്ടം. വീടിൻ്റെ അടുത്താണ് ഈ വെള്ളച്ചാട്ടം. അവിടെ പോകുമ്പോഴൊക്കെ ഉരുളൻ കല്ലുകളും ചെറിയ മരത്തടികളും ഒക്കെ എടുത്തുകൊണ്ട് വന്ന് വീട്ടിൽ ക്രാഫ്റ്റ് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വിനോദമാണ്. ലോക്ക്ഡൗണിൻ്റെ സമയത്തും ഒരു സമയത്തും ഒക്കെ അങ്ങനെ ഉണ്ടാക്കിയ കുറച്ച് ക്രാഫ്റ്റ് വർക്കുകൾ ഞാൻ കാണിക്കാം. യാത്രയെന്നും ഒരു ലഹരിയാണ്. കുട്ടിക്കാനത്തിൻ്റെ സൗന്ദര്യം എല്ലാവരും ആസ്വദിച്ചോ? യാത്ര ചെയ്ത് ക്ഷീണിച്ചോ? എങ്കിൽ നമുക്ക് കുറച്ച് ഭക്ഷണം കഴിച്ചാലോ? സ്റ്റീനയുടെ കൂടെ കുറച്ച് കുക്കിംഗ് ആവാം ഇനി. ഹായ്, നമുക്കെങ്ങനെ വളരെ ഈസി ആയിട്ട് ടേസ്റ്റി ആയിട്ടുള്ള ഡോണറ്റ്സ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ആദ്യം ഒരു പാത്രത്തിലേക്ക് 1/2 ഗ്ലാസ് ചെറിയ ചൂടുള്ള പാലൊഴിച്ച് വയ്ക്കുക. ഇതിലേക്ക് ഒരു 2 സ്പൂണോളം പഞ്ചസാര ഇട്ടിട്ട് നല്ലപോലെ അതങ്ങ് മിക്സ് ചെയ്യുക. ഇത് നല്ലപോലെ ഇളക്കിയ ശേഷം ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ 2 ടീസ്പൂണോളം ഈസ്റ്റ് ആഡ് ചെയ്യുക. ഏത് ഈസ്റ്റ് ആയാലും കുഴപ്പമില്ല, അത് ആഡ് ചെയ്തിട്ട് അതും നല്ലപോലെ മിക്സ് ചെയ്തൊരു 10 മിനിറ്റ് മാറ്റി വയ്ക്കുക. ഇത് 10 മിനിറ്റ് ശേഷം ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് വയ്ക്കുക. ഇത് ശേഷം നമ്മൾ ഒരു 2-3 തുള്ളി വാനില എസൻസ് കൂടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്തിട്ട് ഇളക്കുക. ഇനി നമ്മൾ 2 കപ്പ് മൈദ എടുത്ത് അതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് ഒന്ന് കുഴയ്ക്കുക. എന്നിട്ട് ഇതിൻ്റെ അകത്തോട്ട് 2 സ്പൂണോളം ബട്ടർ കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് എല്ലായിടത്തും എത്തുന്ന പോലെ ഒന്ന് കുഴച്ച് വയ്ക്കുക. ഇതിന് ശേഷം അതിനകത്തോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കിയ ഒരു മിക്സ് ഒഴിച്ചിട്ട് ഇനി നമ്മൾ ഈ മാവ് നല്ലപോലെ കുഴയ്ക്കണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് ഒഴിക്കില്ലേ, അതുപോലെ നല്ലപോലെ കുഴയ്ക്കണം. ഈ മാവ് നല്ല സോഫ്റ്റ് ആവുന്നത് നമ്മൾ കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ കയ്യിലൊക്കെ ഒട്ടുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ തൂത്താൽ മതി. വെളിച്ചെണ്ണ ഒന്നും തൂക്കരുത്, സൺഫ്ലവർ ഓയിൽ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. നല്ലപോലെ കുഴച്ച ശേഷം നമ്മൾ കുറച്ച് ഓയിലൂടെ തേച്ചിട്ട് ഇത് ഒന്ന് കവർ ചെയ്തിട്ട് ഒരു 2 മണിക്കൂർ മാറ്റി വയ്ക്കുക.
2 മണിക്കൂർ കഴിയുമ്പോൾ ഈ മാവിങ്ങനെ ഡബിൾ സൈസാവും. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മളൊന്ന് കുറച്ച് പരത്തിയെടുക്കുക. കുറച്ച് വണ്ണത്തിൽ വേണം പരത്തിയെടുക്കാൻ വേണ്ടി. ഇത് പരത്തിയ ശേഷം ഇതിലോട്ട് നമ്മളൊരു അടപ്പ് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്യുക സർക്കിൾ ഷേപ്പിൽ. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് നമ്മളൊരു ചെറിയ ഒരു അടപ്പ് വെച്ചിട്ട് അതിൻ്റെ അകത്തും ഒരു കട്ടിങ് കൊടുക്കുക. അപ്പോഴാണ് നമുക്ക് കറക്റ്റ് ഡോണറ്റിൻ്റെ ഷേപ്പ് കിട്ടുക. അങ്ങനെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കംപ്ലീറ്റ് മാവും ഇങ്ങനെ കട്ട് ചെയ്ത് ഡോണറ്റ്സിൻ്റെ ഷേപ്പ് ഉണ്ടാക്കി എടുക്കുകയാണ് വേണ്ടത്. ഈ മാവ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ഡോണറ്റ്സിൽ ഈ ഡോണറ്റ്സ് നമ്മൾ ഒരു ട്രെയിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുക. അതിനുശേഷം നമ്മൾ എണ്ണ നല്ലപോലെ ചൂടാകുമ്പോൾ അതിലേക്ക് ഇതിട്ട് കൊടുക്കുക. അപ്പം നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ഡോണറ്റ്സിനേക്കാളും കുറച്ചുകൂടി ഒരു ഹൈറ്റൊക്കെ ഒന്ന് കൂടും. നമ്മൾ ഈസ്റ്റൊക്കെ ഇട്ടിട്ടുള്ളതുകൊണ്ട് ഇതൊക്കെ ഒന്ന് പൊങ്ങി വരും. അപ്പോൾ ഇതൊരു ഗോൾഡൻ യെല്ലോ കളറാവുന്ന വരെ ഇങ്ങനെ അടുപ്പിൽ തിരിച്ച് മറിച്ചിടുക. ഒരു മീഡിയം ഫ്ലെയിമിലായിരിക്കണം നമ്മൾ ഈ ഡോണറ്റ്സ് ഫ്രൈ ചെയ്യേണ്ടത്. അപ്പം പെട്ടെന്ന് തന്നെ ആവും. കുറച്ച് നേരം നമ്മളിങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പം നല്ല കളർ ചേഞ്ച് ആയി വരുന്ന കാണാമല്ലോ. ഇപ്പോൾ കളറൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ ഗോൾഡൻ യെല്ലോ കളറാവും. കരിഞ്ഞു പോകാൻ നോക്കണം. ഇപ്പം കണ്ടോ കറക്റ്റ് ആ ഒരു കളറിലേക്ക് നമ്മളെത്തി. ഇനി നമ്മളത് കോരി മാറ്റി വയ്ക്കുകയാണ് വേണ്ടത്. ഇത്രയും ഡോണറ്റ്സാണ് നമ്മൾ ഉണ്ടാക്കിയത്. ഇനി ഇതുപോലത്തെ ഡാർക്ക് ചോക്ലേറ്റ് എടുത്തിട്ട് അതിൽ നിന്ന് കുറച്ച് നമ്മൾ ഒരു പാത്രത്തിൽ വെച്ചിട്ട് അടുപ്പിൽ വേറൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കുക. അതിൻ്റെ മുകളിലേക്ക് ഈ ചോക്ലേറ്റ് വെച്ചിട്ട് മെൽറ്റ് ചെയ്യുക. കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഡാർക്ക് ചോക്ലേറ്റിൻ്റെ കയ്പ്പ് കൂടുതലാണല്ലോ. എന്നിട്ട് ഇത് മെൽറ്റ് ചെയ്യുക. ഇതിങ്ങനെ ചൂടടിക്കുമ്പം കുറേശ്ശായിട്ട് മെൽറ്റായി ലാസ്റ്റ് നല്ല സ്മൂത്തായിട്ട് മെൽറ്റാവും. അപ്പം ഇത്രയും ആയിക്കഴിയുമ്പോൾ നമ്മളത് മാറ്റി വയ്ക്കുക. എന്നിട്ട് ഇതിനകത്തോട്ട് ഈ ഡോണറ്റ്സ് ചൂടോടെയുള്ള ഈ ചോക്ലേറ്റിലേക്ക് നമ്മൾ മുക്കിയിട്ട് നമുക്ക് ഇങ്ങനെ എടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ചോക്ലേറ്റൊക്കെ അതിൽ പിടിക്കും. ഇങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ഡോണറ്റ്സും ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ അടുത്ത് സ്പ്രിങ്കിൾസോ ഷുഗർ ബോൾസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ നമുക്കിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. മധുരം ഇഷ്ടമില്ലാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല. എല്ലാവരും ടീനയുടെ ഡോണറ്റ്സ് വീട്ടിലുണ്ടാക്കി നോക്കണേ. ഒരു പാട്ട് കേട്ടാൽ ഒരു ചുവട് വെക്കാൻ ആർക്കും തോന്നും. നമുക്കിനി ഒരു ഗ്രൂപ്പ് ഡാൻസ് കണ്ടാലോ? പാർവതി ആൻഡ് ജാസ്മിൻ, ഓവർ ടു ദം. मीठा है कोसा है बारिश का बोसा है, कोसा है कोसा है बारिशों का बोसा है। मीठा है कोसा है बारिश का बोसा है, कोसा है कोसा है बारिशों का बोसा है। जल 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 थल जल थल चल 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 बहता चल नन्नारे 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 बरसोरे. നല്ലൊരു ഡാൻസ് ആയിരുന്നു അല്ലേ? പടം വരയ്ക്കാനുള്ള കഴിവിനൊപ്പം കുറച്ച് പേഷ്യൻസ് കൂടെ കൂടുമ്പോഴേ നല്ലൊരു മെഹന്തി ഡിസൈനർ ഉണ്ടാവും. ഓവർ ടു ആതിര.
നല്ലൊരു മെഹന്തി ഡിസൈനിങ് ആയിരുന്നു അല്ലേ? ഇനി നമുക്കൊരു സ്റ്റിക്ക് റൊട്ടേഷൻ കണ്ടാലോ? അജി. കളിച്ചിരികൾക്കിടയിൽ അല്പം കാര്യവുമായി ദിവ്യ രചി. Hi, hello, what's up everyone? Hope you all are doing safe and you all are safe and secure at your homes. Okay? I am Divya Raji and today I'm going to spill some beans about a very important topic. It might seem a small topic, but it's definitely an important one. Okay? So before starting into all that sort of talk thing, let's just imagine this scenario. Okay? So you are in an interview and the person sitting on the other side of the desk, your recruiter of course, is reviewing your resume and you're sitting there all like in a panic mode, okay? Like what might the next question that might pop up and all that. And at that point of time, the recruiter of course, he asks you this question, for example, to me if it's, he asks me like, Divya, you seem to have mentioned that you show professionalism in your resume, right? So can you cite me an experience or a incident where you believe that you showed professionalism so that it might be able to believe it. And he also says that answer this question and the job is all yours, okay, provided by this time he feels that I'm the right fit for the organization. Okay, so kudos, I got the job. And answering this last question would get me the job, so I would definitely want to nail it, right? But it seems that as we all humans do, we really bluff things in our resume, in person and in our resumes, right? We all add unnecessary stuff in our resumes, right? So at that point of time, I'm like blank. Oh God, what should I answer? Why did I mention it even in this thing? Okay. So instead of regretting then and there, what you could do is note down these 5 points that I'm gonna tell you and then thank me later, right? So by now you might have definitely gotten an idea about the topic that I'm going to discuss with you all. Yes, you've guessed it right. It's about how to achieve professionalism in your life and in your work. Okay. So let's begin with the top points, right? So the first point is be productive. Okay. I know this is a struggle. That is, it's a struggle to be productive, right? Every day and every time. Okay. It's difficult. Sometimes we go off the track, sometimes we are on the track. But you know what? Those people who go off track, I've got some points for you. Okay. So these are these some mini points that will help you, of course, achieve productivity. Okay. The first point is you could create a to-do list. Okay. So be it even calling a friend at 12 p.m., calling a friend for lunch, picking up the laundry, and even replying to a certain mail. You could do it. You could write it all on a piece of paper, and then after completing it, just tick that. And when you
I guarantee when you tick that thing, you definitely feel like a happy feeling, okay? Because yeah, you did that work right. And always try to do the thing that you mentioned the most important three tasks at the point number one, two, and three. That would help you achieve the most important tasks right at the start of the day, right? Second is you could manage your time effectively. And third point is you should never let your phone interfere when you do these things, okay? Because we know when we dive into the phone, we just do the phone activity, we go into the social media, check our Instagram and whatnot, okay? So that would definitely hamper the performance and it would kill your time. We don't want that, right? So yeah, remember my first point, be productive. And now the second point, that is demonstrate integrity. Okay, so this point basically tells you to do is that you should hold yourself accountable for whatever the work you do, be it in your life, be it in your work, be it even in certain relationships. Okay, you should definitely do that. Whatever happens, happens for the good. And even if you make a slight mistake in your work, just accept it, okay, and then try to mend it, try to repair that work, okay. And the second point would be that you should, while doing all this thing, you should always keep a point in your mind that you should behave ethically. Okay, you should behave ethically at work and in life at all times. Okay. So the point number two is demonstrate integrity. Point number three, it's a very like popular topic. It's communication that is to be done effectively. Okay, so communicate effectively. So it's basically, it just means that whenever you are working in a team, whenever you are in life, in work, whatever you have to do is that you have to, whatever you're gonna say, you have got to say, you just communicate it much more effectively and efficiently, right? Be it even the interpersonal skills, the personal skills, the professional inline skills. You should all master that up, and you should communicate effectively because what's going in your head, if that is meant to be conveyed, that has to be conveyed, and communication is the only source, right? So you got to do what you got to do. Okay. So point number three, communicate effectively. Point number four, be resilient. Okay, so by saying this, I mean that even if in life or in work, if setbacks happen to you, if some negative experiences or bitter experiences happen to you, you should not just sit there and cringe about it. Like, okay, fine, God, why this has always happened to me and all that. You should not do that, okay? Be happy, have a constructive attitude, okay, that would help you actually solve that problem even if there's a problem, okay. So have a happy, have a positive, have a like peppy sort of attitude that would help you actually solve that problem, okay. And the second thing would be have a, even if you get criticism, just make sure that you get constructive criticism, okay, because criticism and constructive criticism, they both are different things, okay. So make sure you accept only that sort of criticism, that is constructive criticism, okay. And that's it, that would be my point number four, that is be resilient. Point number five, and that is our last point, okay. So the point number five would be you should always try to build relationships, that is you should network with people. Even if you're working, then you could build and network with people that are in your institution, in your organization. If you are a college student, then you could build relationships with the college teachers, the students, everybody. Okay. Third would be if you're in a school, you could do that there as well, right? So my basic idea behind this point is that you should network with people because that will keep you happy. It will feel that you are valued, okay, and it will help you form a team. You could do work well, and that would, of course, the major point would be that working might feel very good to you, like you would enjoy doing your work, okay. That's my point. So that would be point number five, that is build relationship. So now we have reached at the end of our today's video, right? And like as by leaving, I would like to give you two bonus points that you can definitely take away with you, okay? And those two bonus points would be respect, and the second one is be on time, okay? Respect, because whenever you are in an institution or whenever in a school, college, you should respect everybody around you, okay? Be it even the sweeper class, okay? Be it even the gardener, be it even the security guard, okay? They all deserve respect, right? Okay? The respect that you give to your teachers, it should also be meant to be given to the cleaning staff as well as the non-academic staff, okay. So you should definitely do that because that would definitely help inhibit a skill or a value, sorry, it would be a value that would help you do that same thing at your workplaces, okay. So respect, because when you give respect, you take respect, right? And the second point is time, okay. Be it even like if
Nowadays, it's all just online classes, right? We are not even going at our colleges or even at our workplaces, okay? So people just forget this factor that they have always got to be on time, right? Because even if it's in an online class, okay, you should definitely be on time. Like the class is meant to start at 9:15, you should definitely be there at 9:15 because you should get in by actually like 9:10 or 9:15, okay? Just don't be late, right? We don't want that because when you practice these small things at home, you would definitely be able to showcase it when you're out, right? So that would be my two bonus points. And by now, I feel that you definitely got my points and that you would act accordingly because, okay, that would help you always become a better version of yourself, okay? Thanks for hearing me out, everybody. Have a nice day. Hello everyone. Every moment is a fresh beginning. This is a famous quote by T.S. Eliot. അദ്ദേഹം പറഞ്ഞത് എത്ര ശരിയാണ്. ഈ നിമിഷവും കടന്നു പോകും. നമ്മളിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രതിസന്ധി കാലവും കടന്ന് പുതിയൊരു തുടക്കമുണ്ടാകും. നല്ലൊരു തുടക്കം. ഈ ഇങ്ങനൊരു സിറ്റുവേഷനിൽ നമ്മൾ നമ്മുടെ കോളേജ് ലൈഫ് അല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട് അല്ലേ? ഈ ഒരു പാൻഡമിക് സിറ്റുവേഷനിലും നമ്മളെ ഒന്നിപ്പിക്കുവാനായി ഇങ്ങനെ ഒരു വേദി ഒരുക്കി തന്ന MCA ഡിപ്പാർട്ട്മെൻറ്റ് HOD റെവറൻഡ് ഫാദർ റൂബിൻ തോട്ടുംപുറത്തിന് ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അടുത്തതായി ഈ പ്രോഗ്രാമിന് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും തന്ന് ഞങ്ങളുടെ കൂടെ നിന്ന ജിൻസൺ സാറിനും നന്ദി അറിയിക്കുന്നു. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ നിന്ന നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.